5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. വിഴിഞ്ഞം തുറമുഖത്തിന് ചെക്കുമായി വാഡ്ബാൻ തുറമുഖം വരുന്നു. 4 വർഷം കൊണ്ട് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പട്നായിക് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 76,000 കോടി രൂപയുടെ മുതൽ മുടക്ക് വരുന്ന വലിയ തുറമുഖമാണ്, ആഴക്കടൽ തുറമുഖമാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായിട്ടുള്ള മുംബൈയിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ അകലെയാണ് ഈ തുറമുഖം വരുന്നത്. ഗുജറാത്തിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്നു എന്നുള്ള ഒരു വലിയ പ്രത്യേകതയുമുണ്ട്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വ്യവസായ മേഖലകളിലെ, വ്യവസായ രംഗങ്ങളിലെ വലിയ സഹായമാകുന്ന ഒരു തുറമുഖമാണ് വരാൻ പോകുന്നത്. 76,200 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. ഓഗസ്റ്റ് മാസത്തിൽ 2025 ഓഗസ്റ്റ് മാസത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അപ്രോച്ച് റോഡുകളും മറ്റ് റെയിൽവേ സൗകര്യങ്ങളും കണക്ടിവിറ്റിന്റെ പണികളെല്ലാം ആരംഭിച്ച് അങ്ങനെയാണ് വരുന്നത്. ഏകദേശം ഡഹാണു കടലോരത്ത് നിന്ന് 4.5 നോട്ടിക്കൽ മൈൽ ദൂരത്താണ് നിർദ്ദിഷ്ട തുറമുഖം വരുന്നത്. 1000 മീറ്റർ നീളമുള്ള 9 കണ്ടെയ്നർ ടെർമിനലുകളും 4 മൾട്ടിപർപ്പസ് ബെർത്തുകളും ലിക്വിഡ് കാർഗോ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബെർത്തുകളും തീരരക്ഷാ സേനയ്ക്ക് പ്രത്യേക ബെർത്തുകളും ഉണ്ടായിരിക്കും. ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് JNPT-യും 74%, മഹാരാഷ്ട്ര മാരിടൈം ബോർഡിന്റെ 26% പങ്കാളിത്തമുള്ള വാഡ്വാൻ പോർട്ട് പ്രോജക്ട് ലിമിറ്റഡ് എന്ന സംരംഭമാണ് തുറമുഖം നിർമ്മിക്കുന്നത്. വാഡ്വാൻ തുറമുഖം 4 വർഷത്തിനകം പ്രവർത്തനം ആരംഭിക്കുകയും അവിടെ നിന്ന് നാസിക്കിലേക്കുള്ള ഹൈവേ നിർമ്മിക്കുമെന്നും ദേവേന്ദ്ര പട്നായിക് സൂചിപ്പിച്ചിട്ടുണ്ട്. 17 ജില്ലകളിൽ നിന്ന് തുറമുഖത്തേക്കുള്ള യാത്ര സുഗമമാക്കുന്നതിനാണ് പദ്ധതി. ബോംബെയിൽ നിന്ന് തീരദേശ റോഡും തുറമുഖ പ്രദേശത്തേക്ക് നീട്ടാൻ നീക്കമുണ്ട്. പദ്ധതി സമീപത്തായി 3ാമതൊരു വിമാനത്താവളം കൂടെ നിർമ്മിക്കുന്നതിനും പദ്ധതിയുണ്ട്. അപ്പോൾ എത്ര വിപുലമായിട്ടുള്ള സന്നാഹങ്ങളോടുകൂടിയാണ് മഹാരാഷ്ട്രയിൽ പുതിയ പോർട്ട് അല്ലെങ്കിൽ തുറമുഖം വരാൻ പോകുന്നത്. വിഴിഞ്ഞം തുറമുഖം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇതാ മറ്റൊരു തുറമുഖം കൂടി നമുക്ക് നമ്മുടെ തീരത്ത് വരാൻ പോകുന്നു. മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചാണ് അത് വരുന്നത്. അത് ഏകദേശം 4 വർഷം കൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാകും. അപ്പോൾ നമ്മൾ 2028 എടുക്കുമെന്ന് പറയുന്നു, നമ്മുടെ സമ്പൂർണ്ണമായി എടുക്കാൻ. അപ്പോഴത്തേക്ക് ഏകദേശം പിന്നെ 2 വർഷം 2030 വലിയ തോതിലുള്ള ഒരു തുറമുഖമാണ് വരുന്നത്. അത് നമുക്കൊരു വലിയ ഭീഷണിയാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. എന്തായാലും വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകളെ തൊട്ടടുത്ത അല്ലെങ്കിൽ 1-2 സ്റ്റേറ്റ് പശ്ചിമഘട്ട തീരത്ത് തന്നെയുള്ള ഒരു സ്റ്റേറ്റിൽ, ഒരു സംസ്ഥാനത്ത്, അതുപോലെ തന്നെ നമ്മുടെ വളരെ അടുത്ത് ഉള്ള അല്ലെങ്കിൽ കർണാടക, ഗോവ, മഹാരാഷ്ട്ര എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്ട്രെച്ചിൽ കിടക്കുന്ന സംസ്ഥാനങ്ങളാണ്. ആ സ്ട്രെച്ചിൽ കിടക്കുന്ന സംസ്ഥാനത്ത് ഇത്തരത്തിൽ വലിയൊരു പോർട്ട് വരുന്നത്, തുറമുഖം വരുന്നത് ഭീഷണിയാകാതിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.